ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടിയാലോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു പാട്ട് പാടുമ്പോൾ, ഈ ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വചനം എനിക്ക് തരണം, എൻ്റെ ജീവിതത്തെ പുതിയതാക്കുന്ന ഒരു വചനം എനിക്ക് തരണം, എൻ്റെ ജീവിതത്തിൽ ദൈവിക ശക്തി ഒഴുകുന്ന ഒരു വചനം എനിക്ക് തരണം, എൻ്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്ന ഒരു വചനം എനിക്ക് തരണം. ഇവിടെ നിരവധി പേർ രോഗശാന്തി ആഗ്രഹിച്ചുകൊണ്ട് പലവിധ രോഗത്താൽ പീഡിതരാണെങ്കിൽ, ഈ വചനം നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറുമ്പോൾ തളർവാദ രോഗി എണീറ്റ് നടന്ന പോലെ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. നിങ്ങൾക്ക് പല ദുർ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഈ വചനം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെല്ലാം മാറും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എൻ്റെ സഹായകൻ എന്നർത്ഥമുള്ളൊരു പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്. ആത്മാവാണ് എൻ്റെ സഹായകൻ. ആത്മാവ് നമ്മിൽ തന്നെ ഉണ്ട്. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ സഹായക, എന്നെ സഹായിക്കണമേ. വചനം എന്റെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കണമേ. വചനത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി തരണമേ. ആത്മാവേ, കൈയടിച്ച് പാടാ, കൈയടിച്ച്. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്തു മാറ്റുന്നു. എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്തു മാറ്റുന്നു. എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്തു മാറ്റുന്നു. എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്തു മാറ്റുന്നു. ആത്മാവെടുത്തു മാറ്റുന്നു. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവിനെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവിനെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവിനെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവിനെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവിനെ സഹായിക്കുന്നു.
പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവിനെ സഹായിക്കുന്നു. ആത്മാവിനെ സഹായിക്കുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവിനെ പകർന്നിടുന്നു. ബുദ്ധിയും ദൈവിക ശക്തിയും ആത്മാവിനെ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവിനെ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിനെ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവിനെ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിനെ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവിനെ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിനെ ചൊരിഞ്ഞിടുന്നു. ആത്മാവിനെ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ഹല്ലേലൂയാ. ഒരു ഹിന്ദി പാട്ട് പഠിപ്പിക്കട്ടെ, ഹിന്ദി പാട്ട്, ഹിന്ദി പാട്ട് പഠിപ്പിക്കട്ടെ. റെഡി? ജയ് ബോലോ ജയ് ബോലോ, കൈയടിച്ച് ജയ് ബോലോ ജയ് ബോലോ, യേശു മസീഹാ की जय बोलो, യേശു മസീഹാ की जय बोलो. എല്ലാവരും കരമുയർത്തി ജയ് ബോലോ ജയ് ബോലോ, യേശു മസീഹാ की जय बोलो. ശബ്ദമുയർത്തി जय बोलो ജയ് ബോലോ, യേശു മസീഹാ की जय बोलो. എല്ലാവരും ഉച്ചത്തിൽ ജയ് ബോലോ ജയ് ബോലോ, യേശു മസീഹാ की जय बोलो, जय बोलो जय बोलो, യേശു മസീഹാ की जय बोलो. ഇനി നിങ്ങളുടെ ഏറ്റവും ഉച്ചസ്വരത്തിൽ ഒരു ജയ് വിളിച്ചാലോ? നിങ്ങൾക്ക് എന്തോരം ശബ്ദം ദൈവം തന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ദൈവത്തിന് അങ്ങോട്ട് പറയണം നമ്മൾ. റെഡി? റെഡി? നോക്കട്ടെ, ഈ കടപ്പുറത്തെ ആളുകൾക്ക് എന്തോരം ശക്തിയും ശബ്ദം ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ജയ് बोलो प्रभु यीशु क्रिस्त की, praise the Lord. വെരി ഗുഡ്. ഒന്നുകൂടി നോക്കാം. ഇതിലും കൂടുതൽ കുറച്ചുകൂടി കിട്ടിയ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. ഒന്നുകൂടിയേ. റെഡി? എല്ലാവരും ഉച്ചത്തിൽ ചാടി ജയ് വിളിക്കണം. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. Praise the Lord. हमारे मुक्तिदाता की, राजाओं की राजा की. വെരി ഗുഡ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം.
जय बोलो यीशु मसीहा की जय बोलो. തുള്ളിച്ചാടി बोलो जय बोलो യേശു മസിഹാ की. യേശു മെസ്സിഹ എന്നുള്ള പേര് തന്നെ പറയുമ്പോൾ അത് വചനമാണ്. എന്താണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥമെന്നറിയോ? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മാലാഖ മറിയത്തിനോട് പറഞ്ഞു, ഇവന് നീ യേശു എന്ന് പേരിടണം. എന്താ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരും ശബ്ദമുയർത്തി കരമുയർത്തി ഞാൻ പറയാം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് ദൈവം രക്ഷിക്കുന്നു. യേശു ദൈവം രക്ഷിക്കുന്നു. ദൈവം രക്ഷിക്കുന്നു. യേശു. ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മുടെ മക്കള് കുസൃതിയൊക്കെ കാണിച്ചു വരുമ്പോ നമ്മൾ പറയും, ഓ യേശുവേ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രാർത്ഥനയാണ്. വലിയ പ്രാർത്ഥനയാണ്. എന്താ? ഇവന്റെ ഈ കുസൃതിയും തെമ്മാടി തെരത്തിൽ നിന്ന് യേശുവിന് മാത്രമേ ഇവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം, ഇല്ലേ? എന്ന് പറഞ്ഞേ, യേശുവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം രക്ഷിക്കും. ദൈവത്തിന് മാത്രം ഇതിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. യേശുവേ. എല്ലാവരും. അപ്പോൾ യേശു മെസ്സിഹ എന്ന് പറഞ്ഞാലോ? മെസ്സിഹ എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയുള്ള അഭിഷിക്തനാണ് മെസ്സിഹ. നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നിയോഗിക്കുകയും അതിനുവേണ്ടി പ്രപഞ്ചത്തിൽ ആകാശത്തിന് കീഴെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇനി ആ ബോധ്യത്തോടു കൂടി ഒന്ന് പാടിയേ. എല്ലാവരും തുള്ളിച്ചാടി പാടണം. ചുമ്മാ ചാടല്ല, തല കീഴായി മറിയണോ? ഇങ്ങനെ മറിയോ? ഒന്ന് മറിഞ്ഞേ. ആ जय बोलो यीशु मसीहा की जय बोलो. ഇവിടെ ഇവരൊക്കെ വെറുതെ നിൽക്കണം. എന്താ? നിങ്ങൾ തുള്ളിച്ചാടി പാടണം. यीशु मसीहा की जय बोल. come on. जय बोलो बोलो प्रभु यीशु क्रिस्त की, हमारे मुक्तिदाता की, राजेश्वर की. ഒന്ന് കറങ്ങി തിരിഞ്ഞ്, എല്ലാവരും കറങ്ങി തിരിഞ്ഞ്, രാജേശ്വർ की. ഹല്ലേലൂയ. बैठिए. സന്തോഷായോ? ഒരു നല്ല കൈയടി കൊടുത്ത് ഈശോന്. ഈശോ എന്ന് പറഞ്ഞ്, ഈശോ. എന്താ ഈശോ എന്ന വാക്കിന് അർത്ഥം? ദൈവം രക്ഷിക്കുന്നു. നീ അവന് ഈശോ എന്ന് പേരിടണം. ഓക്കെ. നമ്മളുടെ ഈശോയുടെ സുവിശേഷ വേലയിൽ ഈശോ ഇതേമാതിരി കടപ്പുറത്ത് നിന്ന് സുവിശേഷം പ്രഘോഷിച്ചിരുന്നു. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഈ ശതാധിപൻ പറയാണ്, എൻ്റെ ഭൃത്യൻ, ഒരുപാട് ദൂരെയാണ് വീട്, മരിക്കാറായി കിടക്കുകയാണ്. ഉടനെ ഈശോ പറഞ്ഞു, ഞാൻ അവിടെ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ഈ ശതാധിപൻ പറയാണേ, ഒന്ന് കൈ ഉയർത്തിയേ. ശതാധിപൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞേ? ശതാധിപൻ എന്ത് പറഞ്ഞു? അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കണ്ടോ? അങ്ങ് എന്ത് പറഞ്ഞാൽ മതി?
ഒരു വചനം പറഞ്ഞാൽ മതി. അങ്ങ് അവിടം വരെ വരേണ്ട ആവശ്യമില്ല. അങ്ങ് ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങകലെ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരു വാക്ക് കേട്ടോ, ഒരു വാക്ക്. അപ്പം ആ ഒരു വാക്ക് അഥവാ ഒരു വചനത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവം തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിലെ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മളത് കാണാതെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ എന്തോ ഒരു വലിയ പ്രകാശനമാണുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വചനം തന്നെയാണ് പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശം അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ അകറ്റുന്നു. എന്താണ് അന്ധകാരം? അന്ധകാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വശം അജ്ഞതയാണ്, അറിവില്ലായ്മ. ദൈവവചനം നമ്മുടെ ഉള്ളിൽ തുറക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ ഒരു പ്രകാശം കിട്ടും. ഒരു കഥ പറയട്ടെ. കഥ പറയാൻ സന്തോഷമായില്ലേ? കുറച്ച് മദ്യപാനിയൊക്കെ ആയ ഒരു ഭർത്താവ്, അയാളും ഭാര്യയും കൂടി പള്ളിയിൽ വന്നു. ഇയാൾ പള്ളിയുടെ പുറത്ത് സിഗരറ്റും വലിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇല്ലേ, അങ്ങനെ നമ്മുടെ ചേട്ടന്മാരുണ്ടാവും. അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ലട്ടോ, അവരിവിടെ വരില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ കുറിച്ചല്ല. ആ പള്ളിയുടെ പുറത്തിരുന്ന് സിഗരറ്റ് വലിക്കണ ആരും കൺവെൻഷന് വരാറില്ല സാധാരണ. അങ്ങനെ പള്ളിയുടെ പുറത്ത് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഏതായാലും കുർബാനയിൽ കൂടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം മൈക്കിലൂടെ ഇങ്ങനെ മുഴങ്ങി. ഉച്ചഭാഷിണിയിലൂടെ പ്രസംഗം കേൾക്കുകയാണ്. ഇയാളിങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ കാതിൽ ഒരു വചനം. ആ വചനം ഇങ്ങനെ പറയാണ്: നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഇയാള് ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. എന്ത് ബിസിനസ് ചെയ്താലും അതെല്ലാം പരാജയപ്പെടും. ജീവിതത്തിന് യാതൊരു സമൃദ്ധിയുമില്ല, ഒരു വിജയമില്ലാതെ പരാജയത്തിൻ്റെ അവസ്ഥയിലാണ് ഇയാൾ. ആ നിരാശ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇയാളുടെ സിഗരറ്റ് വലി. പക്ഷേ ഈ വചനം ഇയാളുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു. അയാൾ പെട്ടെന്ന് വീണ്ടും അതൊന്നുകൂടി ഉരുവിട്ടു. നിനക്ക്, എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിനക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഒന്നെല്ലാവരും കരമുയർത്തി പറഞ്ഞ്, നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇയാള് പള്ളിയിലത്തെ കഴിഞ്ഞ ഉടനെ തന്നെ, വാ നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ചിരി നേരം, ഇല്ല വേഗം വാ, നീ ഭാര്യ എന്നെ വേഗം, എന്തെത്ര ധൃതി, നീ കേട്ടില്ലേ ഒരു കടുക് മണി മതിന്ന്? അപ്പൊ നീ പള്ളിയുടെ അകത്തിരുന്ന് എന്താ കേട്ടത്? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഒരു കടുക് മണി മതി, നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നീ വേഗം വീട്ടിൽ വാ, എനിക്കൊരു കടുക് മണി എടുത്തൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് കുറച്ച് സന്തോഷമായി. എന്തായാലും പുറത്ത് സിഗരറ്റ് വലിച്ചിരുന്ന ആള് അകത്ത് കുർബാന കണ്ടിരുന്ന എന്നേക്കാൾ, ഭാര്യയേക്കാൾ കൂടുതൽ അച്ഛൻ്റെ പ്രസംഗം മനസ്സിലായല്ലോ എന്ന്. ഇയാളുടെ ഉള്ളിൽ വലിയ ഒരാകാംക്ഷ, ഒരു കടുക് മണി മതിന്ന്. ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഒന്ന് പറഞ്ഞ എല്ലാവരും, ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇയാൾ വീട്ടിൽ വന്നു, നീ ഒരു കടുക് മണി എടുത്ത് നോക്കിയപ്പോൾ എന്താ, കടുകെല്ലാം തീർന്നു. കടുക് വെച്ചേക്കണ കുപ്പിയിൽ കടുകില്ല. ഇയാൾ ഭാര്യയോട് അരിശപ്പെടും, നിനക്ക് എന്ത് പീട്ടമ്പയാണ്, നിനക്ക് കടുകില്ലേ? ഒരു അച്ഛൻ പറഞ്ഞ് കേട്ടില്ല, ഒരു കടുക് മണി മതിയെന്ന്. അപ്പോൾ ഇവള്
നിക്ക് അച്ചാറും കുപ്പിയിൽ നോക്കട്ടെ. അച്ചാറെടുത്തിട്ട് ആ അച്ചാറ് കുപ്പിയിൽ നിന്ന് മാങ്ങാച്ചാറോ നാരങ്ങ അച്ചാറിൻ്റെ കുപ്പി എടുത്ത് അതിനകത്ത് തപ്പിയപ്പോൾ കടുക് മണി കിട്ടി. ഈ കടുക് മണി അയാൾ കൊടുത്താ കടുക് മണി. ഇയാൾ ഈ കടുക് മണി കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തിരുമ്മി അപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നു, നീ ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഈ കടുക് മണി കണ്ടോ, ഇങ്ങനെ ഈ കടുക് മണി തിരുമ്മി ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും താഴെ വീണ് പോയി. അയാൾ പറഞ്ഞു, അയ്യോ എവിടെ പോയി എൻ്റെ കടുക് മണി, എൻ്റെ കടുക് മണി എവിടെ പോയി? അവിടെ എല്ലാം നോക്കിയിട്ട് കടുക് മണി കാണാനില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ വേറൊരു കടുക് മണി പ്ലീസ്, ഒരു കടുക് മണി കൂടി തായൂ, ഇനി ഞാനത് കളയാതെ സൂക്ഷിക്കണം. കാരണം അച്ഛൻ പറഞ്ഞെന്താ, ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. അങ്ങനെ അവൾ വീണ്ടും അച്ചാറും പറഞ്ഞ് തുടർന്ന് അതിനകത്തുനിന്ന് ഒരു കടുക് മണി എടുത്ത് കഴുകി കൊടുത്തു. ഇയാൾ എന്ത് ചെയ്തു, ഒരു ചെറിയ പ്ലാസ്റ്റിക് കടലാസിൻ്റെ ഒരു കൂടുണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ കടുക് മണി ഇട്ട് അത് കഴുത്തിൽ തൂക്കിയിട്ട്, കണ്ടോ ഇത് കടുക് മണി. അച്ഛൻ പറഞ്ഞ എന്താണ്, ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. കണ്ടോ ഈ കടുക് മണിയാണ്, ഈ കടുക് മണി ഞാൻ കളയില്ല. അപ്പോൾ ഇയാൾക്ക് തോന്നി ഇതിങ്ങനെ ഈ പ്ലാസ്റ്റിക് കൂട്ടിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സുഖമില്ല അല്ലേ, ഒരു ലോക്കറ്റ് വേണം. ഇയാൾ പറഞ്ഞു, ഞാനൊരു കടയിൽ പോയിട്ട് ഈ ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യണ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ ഈ കടുക് മണീനെ ഇടണം. അപ്പോൾ അവർ പറഞ്ഞ് അത് അസാധ്യമാണ്, ഈ ചില്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കടുക് മണി ഇട്ടത്? തനിക്കിത് എന്ത് പറ്റി? ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ചില്ല് കഷ്ണത്തിൻ്റെ അകത്ത് കടുക് മണി എങ്ങനെ ഉണ്ടാക്കണത്? എടോ താൻ എന്തായി പറയണത്? ഇന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടോ, നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നീ പറയാണ് ഇത് അസാധ്യമെന്ന്. ഇല്ല, തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ ഇരുന്നു കൊണ്ട് പണിയാൻ തുടങ്ങി. അങ്ങനെ പണിത് 3 ദിവസം കൊണ്ട് ഇയാൾ ഒരു ഗ്ലാസിൻ്റെ കഷ്ണം മുറിച്ച് അതിൻ്റെ അകത്ത് തുളച്ച് അതിൻ്റെ അകത്ത് ഈ കടുക് മണി വെച്ച് അതിനെ വീണ്ടും അടച്ച് ഇങ്ങനെ തൂക്കിയപ്പോൾ ആഹാ കടുക് മണി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് കാണാൻ നല്ല ഭംഗി. അപ്പോൾ ആളുകൾ ചോദിച്ചു, അങ്ങനെ ഒരെണ്ണം എനിക്കുണ്ടാക്കി തരാമോ? പിന്നെന്താ, പക്ഷേ ഞാൻ പണി ചെയ്യാൻ പോണം, അതിന് കുറച്ച് ചിലവൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, നിനക്കതിന് ഞാൻ പൈസ തരാം. അങ്ങനെ ഇയാൾ പിറ്റേ ദിവസം പോയിട്ട് വീണ്ടും ഇരുന്നുണ്ടാക്കാൻ തുടങ്ങി. അത് വേറൊരാൾക്ക് കൊടുത്തു, അയാൾ കുറച്ച് കാശ് കൊടുത്തു. വേറൊരാൾക്ക് കൊടുത്തു, അയാൾ കുറച്ച് കാശ് കൊടുത്തു. അങ്ങനെ സംഭവം ഭയങ്കര ഡിമാൻഡായി. എല്ലാവർക്കും ഈ കടുക് മണി വേണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇത് കുറേ അങ്ങ് ഉണ്ടാക്കാൻ. അങ്ങനെ ഇയാൾ കുറേ ഉണ്ടാക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റുകാർ പറഞ്ഞു, നീ ഞങ്ങളുടെ കടയിൽ കൊണ്ടുവന്ന് തായോ, ഞങ്ങളിത് വിൽക്കാം. കടുക് മണി കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്തിനു പറയുന്നു? ഈ കടുക് മണി ലോക്കറ്റ് അവിടെ കൊണ്ടുവന്ന ആ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം വിറ്റഴിഞ്ഞു. എന്തിനു പറയണു? ഇയാൾ നടന്ന സംഭവമാണിത്. ഇയാൾ വലിയൊരു ഫാക്ടറി ഉണ്ടാക്കേണ്ടി വന്നു ഈ കടുക് മണി ലോക്കറ്റ് ഉണ്ടാക്കാൻ. അങ്ങനെ അയാളുടെ സകല ദാരിദ്ര്യവും മാറി, അയാളുടെ കഷ്ടതകൾ മാറി. അയാളുടെ ഭാര്യ പോലും ജോലി രാജിവെച്ച് ഇയാളുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അയാൾ വലിയ ഒരു ബിസിനസ്സുകാരനായി. പ്രൈസ് ദ ലോർഡ്. എന്താണ് അതിൻ്റെ എല്ലാം ഉൾപ്പൊരുൾ? എന്താണ്? അയാൾ പള്ളിയുടെ പുറത്ത് സിഗരറ്റും വലിച്ചു. അതിനുവേണ്ടി സിഗരറ്റ് വലിച്ചിരിക്കൊന്നും വേണ്ടട്ട. ഒരു വചനം ഇയാളെ സ്പർശിച്ചു. എന്താണ് അയാളെ സ്പർശിച്ച വചനം? ഒന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞേ. നിനക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. അപ്പോൾ ഈ വിശ്വാസം, ഇയാൾക്ക് ഈ വിശ്വാസം ലഭിച്ചത് എങ്ങനെയാണ്? ഈ വചനം ഇയാളുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞപ്പോഴാണ്.
അതാണ് കർത്താവ് ഈശോ മിശിഹാ കടപ്പുറത്തും മലപ്പുറത്തും എല്ലാം നിന്ന് വചനം പ്രഘോഷിക്കുന്നതിലൂടെ അവൻ്റെ വചനം കേട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു വന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുകയാണ്, 8-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയാണ്, അനേകർ അവൻ്റെ അടുത്ത് വന്നു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോ ഇതുപോലെ ഒരു സായാഹ്നം അല്ലേ? അവൻ സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെയും രോഗികളെയും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതുപോലെ ഒരു കൺവെൻഷൻ യേശു വചനം പറഞ്ഞപ്പോൾ ആ വചനത്തിൽ ഉള്ള ദൈവിക ശക്തി കൊണ്ട് പിശാച് പുറത്തുപോയി, രോഗികൾ സുഖപ്പെട്ടു. ഇത് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെ ഒരു മൈതാനത്ത് ഞാൻ വചനം പ്രഘോഷിക്കുകയായിരുന്നു. ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ആ കൺവെൻഷൻ്റെ 3-ാം ദിവസം ഒരാൾ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അയാൾ പറയാണ്, ഞാൻ ഈ റോഡിലൂടെ മോട്ടോർ സൈക്കിളിൽ പോയപ്പോൾ ഇവിടെ വലിയൊരു ജനക്കൂട്ടം കണ്ടപ്പോൾ മോട്ടോർ സൈക്കിൾ അവിടെ നിർത്തി. അതിൻ്റെ മുകളിൽ കാലും കയറ്റി ഞാനിങ്ങനെ ഇരുന്നു. എന്താ ഇവിടെ സംഭവിക്കണമെന്നൊന്ന് കേൾക്കാമല്ലോ. ഒരു ഐഡിയയില്ല എന്താണിതെന്ന്, പാർട്ടി മീറ്റിങ്ങോ എന്ത് സമ്മേളനമാണെന്നും അറിയില്ല. ഒന്ന് കേൾക്കാം, ഇത്രയും ജനം കൂടിയിരിക്കുകയല്ലേ. മോട്ടോർ സൈക്കിളിൽ ഇരുന്നു കൊണ്ട് അത് കേട്ടപ്പോൾ അല്പം വിശ്രമമായി ഒരു സിഗരറ്റ് വലിക്കാമെന്ന് വിചാരിച്ച് ഇയാളൊരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. സിഗരറ്റ് എടുത്ത് ഇങ്ങനെ കൊളുത്തിയപ്പോൾ ഇവിടെ വേദിയിൽ നിന്നും പ്രഘോഷിക്കപ്പെട്ട വചനം ഇതായിരുന്നു, ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? നിനക്കറിയില്ലേ നീ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നിനക്കറിയില്ലേ? എന്താണ് വചനം? ഒന്നെല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈ വചനം ഇയാൾ കേട്ടപ്പോൾ ഇയാൾ പറയാണ്, ഇയാളുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ ഏൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുകയും ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ചെന്നു, സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസവും സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ആ വചനം കേട്ട സമയത്ത് ആ ദൈവത്തിൻ്റെ വചനം ഇയാളെ സ്പർശിച്ചു. ഇയാൾക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ച് അയാൾ വചനം കേൾക്കാൻ വന്നു. പ്രൈസ് ദ ലോർഡ്. 3-ാം ദിവസം ഇയാൾ പറഞ്ഞു, ഇത് ഞാൻ മറ്റുള്ളവരോട് പറയണം. ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ കൺവെൻഷനിൽ ഈ വചനം എങ്ങനെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറയണം. അങ്ങനെ അയാൾ സ്റ്റേജിൽ കയറി വന്നു, പ്രഘോഷിച്ചതാണത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും രോഗങ്ങളും എല്ലാം ഉണ്ടാകാം. എന്നാൽ ഇന്ന് ഇതാ രക്ഷയുടെ സമയം. ഇതാ ഒരു വചനം നിങ്ങളെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പാടെ മാറും. മറ്റൊരു സംഭവം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്. തൃശ്ശൂർ ഭാഗത്ത് ഇതുപോലൊരു കൺവെൻഷൻ നടക്കുമ്പോൾ തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ മുൻപിൽ പന്തലിട്ടിട്ട് വലിയ കൺവെൻഷൻ. ലൂർദ് പള്ളിയുടെ നേരെ മുന്നിൽ കുറച്ച് ദൂരെയായിട്ടാണ് മിഷൻ ആശുപത്രി, വലിയ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ വന്നിരുന്ന ഒരു സഹോദരൻ, ഇവിടെ വചനപ്രഘോഷണം രാവിലെ മുതൽ നടക്കുകയായിരുന്നു. അവിടെ പന്തലൊക്കെ ഇട്ടിട്ട് രാവിലെ മുതൽ വചനപ്രഘോഷണം ഉണ്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ
ഞാനൊന്ന് താഴെ പോയിരുന്ന് അവിടെ വചനം കേട്ടോട്ടെ. ഡോക്ടർ പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ഓപ്പറേഷനാണ്, ഉച്ച കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ. ഇയാൾക്ക് 2 ഹെർണിയ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ചിൻ്റെ സൈസിൽ ഉള്ള മുഴയാണ് വയറ്റിൽ, 2 ഹെർണിയ. അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓപ്പറേഷൻ, പോയി വചനം കേട്ടോളൂ. ഇദ്ദേഹം താഴെ ഇറങ്ങി. ഒരു റിലീജിയസ് കോൺഗ്രിഗേഷനിലെ ഒരു ബ്രദറാണ്, ഒരു സമർപ്പിത ശുശ്രൂഷകനാണ്. അദ്ദേഹം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വചനം പറഞ്ഞിരുന്നത് ലാസറിൻ്റെ വീട്ടിൽ യേശു വന്ന സംഭവത്തെ വിവരിക്കുകയായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലാസറിൻ്റെ പെങ്ങന്മാർ വലിയ കരച്ചിലാണ്. കാരണം അവരുടെ സഹോദരൻ മരിച്ചു. അവരുടെ സഹോദരൻ രോഗിയായിരുന്നപ്പോൾ അവർ യേശുവിനെ ആളയച്ചു. യേശു ലോകമെമ്പാടും എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുവിൻ്റെ ഉറ്റ സുഹൃത്തായ ലാസറിനെ സഹപ്പെടുത്തും എന്നതിന് യാതൊരു സംശയം അവർക്കുണ്ടായില്ല. അവർ യേശുവിൻ്റെ അടുത്തൊരു സന്ദേശവാഹകനെ അയച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത്രയും പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ മതി? കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. ഇയാൾ പോയി പറഞ്ഞിട്ട് കർത്താവ് വന്നോ? കർത്താവ് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? ഇയാൾ പോയി പറഞ്ഞിട്ട് കർത്താവ് വന്നില്ല. കാരണം കർത്താവിനറിയാമായിരുന്നു ഇത് മരണത്തിൻ്റെ ആവശ്യമുള്ളൊരവസ്ഥയാണ്. കർത്താവിനെ തൻ്റെ ഉയർപ്പ് എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ലാസറിനെ മരിപ്പിക്കുന്നത്. കർത്താവ് വന്നില്ല. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞു. ലാസർ മരിച്ചു കഴിഞ്ഞ് ലാസറിൻ്റെ ശവമടക്കി. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം കർത്താവ് വന്നിരിക്കുകയാണ്. കർത്താവിനെ കണ്ടപ്പോൾ ഈ പെങ്ങന്മാരെല്ലാം നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കരയില്ലേ നമ്മളൊക്കെ? ഈ കരച്ചിൽ കേട്ടിട്ട് കർത്താവിനും മനസ്സ് വിഷമിച്ചു. കർത്താവും അവരുടെ കൂടെ കരയാൻ തുടങ്ങി. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിന്റെ സഹോദരൻ ഉയർക്കും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മർത്ത പറഞ്ഞു, അതെനിക്കറിയാം, അന്ത്യദിനത്തിൽ എല്ലാവരും ഉയർക്കും, അപ്പോൾ അവനും ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്താ നിങ്ങൾക്കറിയാമോ? നമ്മളെല്ലാവരും മരിക്കും, ഈ മണ്ണിനോട് ചേരും, എന്നാൽ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ അറിഞ്ഞോളൂ. അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇതുപോലുള്ള ശരീരമായിരിക്കില്ല, മാലാഖമാരെ പോലെ അദൃശ്യമായ ശരീരമുണ്ടാകും. ഓക്കെ, ഇത് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ, എല്ലാവരും നേരിട്ട് പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് ഈശോ പറയുന്നതിന്റെ അർത്ഥം, യേശു കർത്താവാണെന്നും യേശു രക്ഷകനാണെന്നും യേശു നമ്മുടെ ജീവന്റെ നാഥനാണെന്നും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആ യേശുവുമായിട്ട് ഒന്നായിരുന്നു. പിന്നെ അവൻ ഒരു പാപവും ചെയ്യാൻ പറ്റില്ല. അവൻ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടും.
അതാണ് അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പാപം മൂലം അവന് മരണമുണ്ടാകയില്ല. ഇവിടെ ഈശോ പറയാണ് നിന്റെ സഹോദരൻ ഉയർക്കുമെന്ന് പറഞ്ഞു. അവൾ അപ്പോൾ ഈശോ പറഞ്ഞത് വിശ്വസിച്ചു. അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, എല്ലാവരും കരമുയർത്തുന്നേറ്റ് പറഞ്ഞേ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. അന്ത്യദിനത്തിൽ പുനരുത്ഥാനം ചെയ്യുന്നവൻ ഞാനായിരിക്കും എന്നല്ല പറഞ്ഞത്, ഞാനാകുന്നു. അതായത് ആ പുനരുത്ഥാനം ഇന്ന് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ ഉടനെ മർത്തായും മറിയവും പറഞ്ഞു, കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, വരുവിൻ, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? ഈശോ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങി. ഈ പെങ്ങന്മാർ അവരുടെ കൂടെ വന്നു, ഈശോയുടെ കൂടെ വന്നു. ഈശോ പറഞ്ഞു, കല്ലെടുത്ത് മാറ്റും. അപ്പോൾ ഇവർ പറയാണ്, അയ്യോ ഈശോയെ, ഇപ്പോ മരിച്ച് ശവം അടക്കിയിട്ട് 4 ദിവസമായി, ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ശവം ചീഞ്ഞ് ഞാറുന്നുണ്ടാകും. ശ്രദ്ധിക്കണം, അവളുടെ സഹോദരൻ മരിച്ചു, അടക്കി, 4-ാം ദിവസമായിരിക്കുന്നു. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് ഇന്ന് ഇവർക്കെല്ലാം അറിയണം, ലോകം മുഴുവനും അറിയും. അതിനുവേണ്ടി ലാസറിനെ ഞാനൊരു നിമിത്തമാക്കിയെന്ന് മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഈശോ മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. എല്ലാവരും ഒരു കരമുയർത്തിയേറ്റ് പറഞ്ഞേ, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഉടനെ അവള് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നീയാണ് വരാനിരിക്കുന്ന രക്ഷകൻ മിശിഹ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്ത് ചോദിച്ചാലും പിതാവ് കേൾക്കും. ഇനിയാണ് ഒരു വലിയ ചരിത്ര സംഭവം. എന്തോ ഒരു അത്ഭുത സംഭവമാണ്. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ച്, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഉയർപ്പിലേക്കുള്ള ഒരുക്കം. എന്നാൽ ദുഃഖവെള്ളിയാഴ്ച കഴിയാതെ ഉയർപ്പുണ്ടോ? എന്ന പോലെയാണ് നമ്മുടെ ജീവിതവും, എന്ന പോലെയാണ് ഈ നൊയമ്പ് കാലവും, എന്ന പോലെ തന്നെയായിരുന്നു ലാസറിൻ്റെ പെങ്ങന്മാരുടെ അവസ്ഥയും. അവർ ദുഃഖം കൊണ്ട് വളരെയധികം വേദനിച്ചു. അവർ സ്നേഹിക്കുന്ന അവരുടെ സ്വന്തം സഹോദരൻ മരിച്ചു. എന്നാൽ ഇപ്പോൾ അവർക്ക് വലിയ ഒരു വിശ്വാസം കിട്ടിയിരിക്കുകയാണ്. ഏതാനും നിമിഷത്തിനകത്ത് മരിച്ച് ചീഞ്ഞ അവരുടെ സഹോദരൻ ഉയർക്കും എന്ന് അവൾ വിശ്വസിക്കുകയാണ്. ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർക്കും, നീ ഇത് വിശ്വസിക്കുന്നുവോ? ഓ, അവൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് ഈശോ ദൈവത്തേക്ക്, പിതാവിനെ നോക്കിയിട്ട് സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, പിതാവേ, അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനിപ്പോൾ ഇത് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് ഈ ജനം മുഴുവനും അറിയണം, ഈ ജനത്തിന് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഒരു വചനം പറയുകയാണ്. ഈശോ എന്താണ് പറഞ്ഞ വചനം? ഈശോ പറയുകയാണ്, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക എന്ന് ഈശോ പറഞ്ഞപ്പോൾ മരിച്ച ചീഞ്ഞ് നാറിയ ലാസറിന്റെ ശരീരത്തിലേക്ക് ആത്മാവ് കടന്നു വരികയും അവന്റെ ശരീരത്തിൽ പുതിയ രക്തമുണ്ടാകുകയും അവന്റെ രക്തധമനികളും അവന്റെ ശ്വാസകോശങ്ങൾക്കും ജീവൻ കിട്ടുകയും ഇതാ മരിച്ച് ചീഞ്ഞ ലാസർ പുറത്തു വരുന്നു.
Praise the Lord. ലാസറേ പുറത്തു വരിക. ഇത് പറഞ്ഞ നിമിഷത്തിൽ ആശുപത്രിയിൽ ഹെർണിയ ഓപ്പറേഷനുമായിട്ട് വന്ന അയാളുടെ ഉള്ളിൽ ഒരു മിന്നൽ കടന്ന അനുഭവമുണ്ടായി. പക്ഷെ അയാൾക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. സമയമായപ്പോൾ അയാൾ ആശുപത്രി റൂമിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള വസ്ത്രം അണിഞ്ഞ് ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഓപ്പറേഷന് വേണ്ടിയുള്ള ഡോക്ടർമാർ വന്നു. ആ ഡോക്ടർമാർ ഈ രോഗിയുടെ ആ ഓറഞ്ച് സൈസിലുള്ള മുഴ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അത് തപ്പി നോക്കിയിട്ട് ഈ മുഴ കാണുന്നില്ല. ഈ മുഴ കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അവർ പറയാണ് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാനൊന്നുമില്ല. ആ മുഴ രണ്ടും കാണുന്നില്ല. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ നിമിഷത്തിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി അയാളിൽ സന്ദർശിക്കുകയും അയാളിൽ ആ വചനം സ്പർശിക്കുകയും അയാളിൽ അത്ഭുത രോഗശാന്തി അപ്പോൾ കിട്ടുകയും ചെയ്യാനുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അന്ന് തന്നെ ഏതാനും മണിക്കൂറിനകത്ത് ഇയാളെ ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ടപ്പോൾ അയാൾ ഓടി വന്നുകൊണ്ട്, ഒരാൾ കൺവെൻഷനിൽ ഇങ്ങനെ ഓടി വരണു. ഞാൻ ആലോചിച്ചത് എന്ത് പറ്റി? ഓടി വന്ന് സ്റ്റേജിൽ കയറിയിട്ട് മൈക്ക് എൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് വാങ്ങിയിട്ട്, കർത്താവ് ഇതായി ഇന്നൊരു അത്ഭുതം നടത്തിയിരിക്കുന്നു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ നിമിഷത്തിൽ എൻ്റെ വയറ്റിലുണ്ടായിരുന്ന 2 മുഴകൾ, ഇന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്ന മുഴകൾ മാറിയെന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കാം. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. വിശ്വസിക്കുമെങ്കിൽ നീ ദൈവമഹത്വം കാണും. ദൈവം നമ്മുടെ കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ടെന്നുള്ള ഈ ഗാനം ആലപിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൈയടിച്ചു പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. എന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്. കൈകൾ ഉയർത്തി അടിച്ച്, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് എന്നും എൻ്റെ നമ്മുടെ കൂടെ കർത്താവുണ്ട്. ദൈവം കൂടെയുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ദൈവം, ഈസഹാക്കിൻ ദൈവം, ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം,
ദൈവം കൈകൾ ഉയർത്തിയടിച്ച് ദൈവമെന്നും കൂടെയുള്ളതാ. വിശ്വസിച്ചുകൊണ്ട് ഇന്നൊരു അത്ഭുതം നടക്കും. ഇന്ന് ലാസർ പുറത്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്വയം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൊരു പടവിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂമിയിലും കേഴേണ്ട നീ. കനിവിൻ നാടൻ യേശു മഹേശൻ എന്നും എൻ്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂമിയിലും തേടേണ്ട നീ. കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും അതിരം തുറന്ന് നിന്റെ മാനസം നീ തുറന്നിടിൽ, എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ കൈകൾ ഉയർത്തി. തുറന്നിടിൽ, എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ശ്രീയേശുനാമം അതിശയനാമം. ശബ്ദമുയർത്തി, എല്ലാവരും ശബ്ദമുയർത്തി. യേശുനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിൻപനാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലം മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴം കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, വോളണ്ടിയേഴ്സ് യേശു എത്തിക്കുക. കർത്താവ് വോളണ്ടിയേഴ്സ് ഇപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കാവുന്നതാണ്. സ്തോത്ര കാഴ്ച കൊടുത്തുകൊണ്ട് കർത്താവിന് സ്തോത്ര കാഴ്ച നൽകുന്നതിനുള്ള സമയം കൂടിയാണ് ഇപ്പോൾ. വോളണ്ടിയേഴ്സ് സ്തോത്ര കാഴ്ച എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും വരിക. ഈ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി നമ്മുടെ ദൈവം തന്നെ നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളാലാവുന്ന ഏറ്റവും കൂടുതൽ സഹായം നടത്തിക്കൊണ്ട് ഈ സംരംഭത്തെ എല്ലാവരും വിജയിപ്പിക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. യെസ്, പടം കൈയടിച്ച് പാടണം, എല്ലാവരും ശബ്ദം ഉയർത്തി പാടണം. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെ
കർത്താവാണെന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യാൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലക്കയ്യാൽ താങ്ങി നിർത്തും. കരങ്ങളുയർത്തി. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ, ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. Praise the Lord. Hallelujah. Hallelujah. അല്പസമയം നമ്മൾ ഇനി ഉടനെ തന്നെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയും രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീങ്ങാൻ പോവുകയാണ്. അതിനു മുൻപ് ഇന്നലെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഇന്ന് കേട്ട കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്നലെയും ഇന്നും കേട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരാശയം അടുത്ത് നിൽക്കുന്ന ആളോട് പറയുക. എന്താണ് നിങ്ങളെ ഈ ധ്യാനത്തിൽ ഇന്നലെയും ഇന്നും കേട്ട വചനത്തിൽ ഏതൊരു വചനമാണ്, ഏതൊരു ഉൾക്കാഴ്ചയാണ് നിങ്ങൾക്ക് വളരെ ആകർഷകമായി തോന്നിയത്, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചത്? അത് അടുത്ത് നിൽക്കുന്ന ആളുകളോട് പറയുക. 2-3 പേരോടൊന്ന് പറയുക. പറഞ്ഞോളൂ. സഹോദരന്മാർ ഇച്ചിരി അടുത്ത് ചെന്നൊന്ന് പറഞ്ഞ് എന്താണ് ഈ ധ്യാനത്തിൽ ഇന്നലെയും ഇന്നും കേട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനിച്ച ഒരാശയം? കൊച്ചുമക്കളും പറയുക. നിങ്ങൾ പറയുക. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? നിങ്ങളെ ആകർഷിച്ച ഒരു വചനം പറയുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നിങ്ങൾക്കിരിക്കാം. ഇനി ശ്രദ്ധിക്കുക. ഇന്നലെയും ഇന്നും കേട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആകർഷിക്കുകയോ നിങ്ങളെ സ്പർശിക്കുകയോ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുകയോ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ചകൾ 1-2 പേർ ഇവിടെ വന്ന് പറയാൻ പറ്റുമോ? ഇല്ലാന്ന്. ഇവിടെ വന്ന് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഈ കൺവെൻഷനിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ച? നിങ്ങൾ എന്തെങ്കിലും വചനമോ അനുഭവമോ ഇന്നലെയും ഇന്നും കൊണ്ടുണ്ടായെങ്കിൽ ഉടനെ വരിക. അതിനുശേഷമാണ് നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. വേഗം വരൂ. ഇങ്ങനെ സാധാരണ കൺവെൻഷനിൽ നിങ്ങൾ പോയി പ്രസംഗിക്കാറില്ലല്ലോ. ഇതൊരു ചാൻസ് തരികയാണ്. 2 സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഈ ധ്യാനത്തിൽ ഇന്നലെ നിങ്ങളെ കേട്ട വചനങ്ങളിൽ, ഇന്ന് കേട്ട വചനങ്ങളിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു വചനം സ്വാധീനിച്ചുവോ? നിങ്ങൾക്ക് എന്ത് അനുഭവമുണ്ടായി? അതിവിടെ വന്ന് പറയുക. ഓരോരുത്തർ വരണ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ ഒരാൾ വരുന്നു, വരണില്ല, ഷോ എന്നെ പറ്റിച്ചു. വരുന്നുണ്ടോ? ചേട്ടൻ വരുന്നുണ്ടോ? ഇവരൊക്കെ ബക്കറ്റുമായിട്ടാണ് വരണത്. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ളൊരു അവസരമാണ്. ആരെങ്കിലും ഉണ്ടോ? ആർക്കും ധൈര്യമില്ല. ഷോ ഓക്കെ. ഇവിടെ സഹോദരന്മാർ
സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇന്നലെ കേട്ട വചനങ്ങൾ, ഇന്ന് കേട്ട വചനങ്ങളിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരാശയം പങ്കുവയ്ക്കാൻ ആർക്കെങ്കിലും ധൈര്യം തോന്നുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. എന്തിനാ പ്രൈസ് ദ ലോർഡ് പറഞ്ഞത്? ആർക്കും ധൈര്യം തോന്നുന്നില്ല എന്ന് പറയാനോ? സാരമില്ല, നമുക്ക് ധൈര്യം ഉണ്ടാക്കാം, അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ആരാധനയിലേക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, രോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മളിപ്പോൾ കേട്ടു, വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. വചനം ഒരു വശത്ത് ഈശോ പറഞ്ഞു, ശതാധിപൻ വന്ന് പറഞ്ഞു, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഒരു വാക്ക്. അപ്പോൾ ഈശോ എന്താ അവനോട് പറഞ്ഞത്? ഈശോ മറ്റുള്ളവരോട് പറഞ്ഞു, അവനോടും പറഞ്ഞു. ഈശോ അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. നിന്റെ വിശ്വാസം പോലെ. ഈശോ മറ്റുള്ളവരോട് പറഞ്ഞു, കണ്ടോ, ഇതുപോലെ വിശ്വാസം നമ്മൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ പോലുമില്ല. ഒരു വിജാതീയനായിരുന്ന, ഒരു ക്രിസ്ത്യാനിയല്ലാത്ത, ഒരു യഹൂദനുമല്ലാത്ത ആ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അത്ഭുതപ്പെട്ടു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും മാത്രമൊന്നുമല്ല യേശുവിൽ വിശ്വാസം. വിശ്വാസത്തിൻ്റെ ദാനം വിജാതീയർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അധികമായി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരിലും ഈ വിശ്വാസത്തിൻ്റെ ദാനമുണ്ട്. എന്നാൽ ആ വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം. അതിനെന്താ മലയാളം? റെസ്പോണ്ട് ചെയ്യണം. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് തോന്നുമോ? പ്രത്യുത്തരം നൽകണം. ഇപ്പം ഞാൻ അങ്ങനെ ഒരു അവസരമാണ് നിങ്ങൾക്ക് തന്നത്, പക്ഷേ ആരും ഇപ്പോൾ പ്രത്യുത്തരം തരാനായിട്ടില്ല, ഇല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനിയുണ്ടല്ലോ 2-3 ദിവസം. നാളെ നിങ്ങൾ ഒരുങ്ങി വരണം. ഇതിനൊരു പ്രത്യുത്തരം കൊടുക്കണം. ഈ തോമസ് പോൾ മാത്രം മയക്കും പിടിച്ച് പ്രസംഗിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഞാനും നിങ്ങളുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഞാൻ സ്വീകരിച്ച അതേ മാമോദീസ തന്നെയാണ് നിങ്ങളും സ്വീകരിക്കുന്നത്. ഞാൻ സ്വീകരിച്ച അതേ വിശുദ്ധ കുർബാന തന്നെയാണ് നിങ്ങളും സ്വീകരിക്കുന്നത്. നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ്. അതേ പരിശുദ്ധാത്മാവ്, അതേ കർത്താവ് ഈശോ മിശിഹ നിങ്ങളിലുണ്ട്. നിങ്ങൾക്കും വചനം പ്രഘോഷിക്കാം. നിങ്ങളും ഒരു വചനമെങ്കിലും പ്രഘോഷിക്കണം. കേട്ടോ, ശതാധിപൻ പറഞ്ഞു, ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ തണുത്ത അവസ്ഥ മാറണം. ഈ തണുത്ത അവസ്ഥ മാറിക്കൊണ്ട് നമ്മൾ ചൂടുള്ളവരാകണം, നമ്മൾ ജ്വലിക്കുന്നവരാകണം, നമ്മൾ വിശ്വാസത്തിന് പ്രത്യുത്തരം കൊടുക്കണം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഉയരണമെങ്കിൽ അതാണ് സുവിശേഷത്തിൽ മുഴുവനും കാണുന്നത്. ഈശോയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ലാസറിനെ മരിക്കാൻ ഈശോ അനുവദിച്ചത് അതിൽ നിന്നും ഉയർക്കാൻ വേണ്ടിയാണ്. എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ എല്ലാം ഉണ്ടാകുന്നത് അതിൽ നിന്നും ഒരു നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ദുഃഖവെള്ളിയാഴ്ചയില്ലാതെ